നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ കൊട്ടയിൽ കിടക്കുന്ന ഒരു ഐറ്റത്തിനെ കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പൊള്ളിക്കുക എന്നുള്ളതല്ലേ. കരിമീൻ കേൾക്കുമ്പോൾ തന്നെ കരിമീൻ പൊള്ളിച്ചതാണ് ആദ്യം ഓടി മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല സൈസിലുള്ളൊരു കരിമീനായിരുന്നു. ഇതൊന്നും പൊള്ളിച്ചാൽ തന്നെ ഒത്തിരി പേർക്ക് കഴിക്കാൻ കാണും. അപ്പോൾ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വേണ്ട ഐറ്റംസ് എല്ലാം തന്നെ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളകും തേങ്ങാപ്പാലും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് വേണ്ട പൊടികളും എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പരിപാടിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൊന്ന് അരപ്പുരട്ടി എടുക്കുക എന്നുള്ളതാണ്. അതിനാവശ്യത്തിന് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലിയല്ല. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. അതിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മളിനി ഇതൊന്ന് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ ഈ മീനിൻ്റെ അരപ്പിനൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അരപ്പ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ല ഡീപ്പായിട്ട് വരയുമ്പോൾ തന്നെ മീനിൻ്റെ ഉള്ളിലെല്ലാം അരപ്പ് നന്നായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ മീനിൻ്റെ ഉള്ളിലും ഈ വരഞ്ഞു വെച്ചിരിക്കുന്നിടത്തും എല്ലാ അരപ്പ് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്ത് നല്ലോണം പിടിച്ചെടുക്കണം. ഈ ഒരു അരപ്പിൻ്റെ ടേസ്റ്റ് ഒരു മെയിൻ ഹൈലൈറ്റാണ് ഈ ഒരു മീൻ പൊള്ളിച്ചെടുക്കുമ്പോൾ നമ്മൾ. അപ്പോൾ ഈ അരപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും മീൻ പൊരിക്കുമ്പോഴും പ്രത്യേക സ്വാദായിരിക്കും അതിന്. അപ്പോൾ മീൻ അരപ്പൊക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അടികട്ടിയുള്ള അയണ്ട പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈ സവാളയൊക്കെ വഴണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പൊള്ളിച്ചതിൻ്റെ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും കറിവേപ്പില നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിപ്പം വെറുതെ എടുത്ത് കളയുന്ന ഒരു ഐറ്റം ആണെങ്കിലും അത് ചേർക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ കുക്ക് ചെയ്യുമ്പോൾ. ഇനി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു യോജിപ്പിക്കുന്ന ടൈമിലുള്ളൊരു ക്ഷമയാണ് നമ്മുടെ കറിക്ക് സ്വാദ് കൂട്ടുന്നത്. അതിങ്ങനെ വഴണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മീനൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം. അവിടെയും നമ്മൾ കറിവേപ്പിലേക്ക് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം നമ്മുടെ രണ്ട് പരിപാടിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻ അവിടെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു മസാലയും കൂടി റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ആ സമയത്ത് മീനൊന്നും പൊടിഞ്ഞു പോവാതെ നന്നായിട്ട് നമ്മളൊന്ന് തിരിച്ചിടണം. ഇത്തിരി വലിയ മീനായതുകൊണ്ട് തന്നെ ഒരു ടാസ്ക്കാണ് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് പൊടിഞ്ഞു പോവാതെ പൊടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് തിരിച്ചിടുന്ന സമയം സവാള എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ഈ മസാലയിൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറേശ്ശെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്വാദിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ലേശം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കിട്ടണം. ഈ സമയം തന്നെ നമ്മളതിലേക്ക് ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകവും ഗരം മസാലയൊക്കെ ഒരു നുള്ളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. എന്നിട്ട് ഇനി പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഈ ഒരു മസാല നല്ല തിക്കാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ.
ഇനിയിപ്പോൾ നമ്മുടെ ഈ മീൻ പൊള്ളിച്ചതിന് കുറച്ചുകൂടെ രുചി കിട്ടാൻ നല്ലൊരു വാഴയിലയും കൂടി വേണമല്ലോ. നമുക്ക് വാഴയിലയ്ക്ക് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് ഇത്തിരി വാഴയില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കിട്ടിയ വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയില പൊട്ടിപ്പോതിരിക്കാൻ ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ ഫുള്ള് നിങ്ങൾക്ക് വാഴയില എടുത്ത് നന്നായിട്ട് ചുറ്റാം. ആദ്യം തന്നെ താഴെ ഒരു ലെയറിൽ നമ്മൾ ഗ്രേവി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊരിച്ച കരിമീൻ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗ്രേവി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നന്നായിട്ട് മീനിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കരിമീൻ കിട്ടുന്നത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ സത്യം പറഞ്ഞാൽ വെള്ളം വരും. അതിനുശേഷം നമ്മൾ ഇത് വാഴയിലൊന്നും പൊട്ടിപ്പോവാതെ അലുമിനിയം ഫോയിലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വാഴയില ഉണ്ടായിരുന്നു, അതും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഫോയിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തു. കാരണം പൊട്ടിപ്പോയി നമ്മുടെ മസാലയൊക്കെ പുറത്തു പോയി ആകെ കുളമാവും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഒരു അടിക്കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീനും മസാല എല്ലാം കൂടി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് പതിയെ പൊള്ളിച്ചു കൊടുക്കാം. ഞാൻ ഈ എടുത്ത സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആവശ്യത്തിൽ തുറക്കാൻ പോയതാണ്. അപ്പോൾ ഫോയിലൊക്കെ നന്നായിട്ടും ചൂടായിരിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു മസാലയെല്ലാം മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്ന ഒരു ഫ്ലേവർ എന്താണെന്ന്. ഒരു പ്രത്യേക മണമാണ്. മൊത്തം തേങ്ങാപ്പാലും മസാല ആ വാഴയിലയിലൊക്കെ തുറന്ന് കിട്ടുമ്പോഴുള്ളൊരു സ്മെല്ല്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പൊള്ളിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.